ഇന്ത്യൻ ഗവൺമെൻറ് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഓർഡർ കൊടുത്തു വണ്ടിക്ക്. അങ്ങനെ അവരുണ്ടാക്കി ഇന്ത്യയിലേക്ക് ഒരെണ്ണം വരുത്തിച്ചു. ഇത് അവരുടെ ഇപ്പോൾ റിപ്പബ്ലിക് ഡേ ഡ്രൈവ് 4000 കിലോമീറ്റർ ഞാൻ എടുത്തപ്പോൾ ഓടിയിട്ടുണ്ടായുള്ളൂ. എൻ്റെ മിക്ക ജീവിതവും രാഷ്ട്രപതി ഭവനിൽ തന്നെയായിരുന്നു. ഭാഗ്യത്തിൻ്റെ ബോഡി നല്ല ബിൽഡ് ആയതുകൊണ്ട് നമുക്കങ്ങനെ കൂടുതൽ അങ്ങനെ ബോഡിയിൽ അങ്ങനെ പണി വന്നില്ല. പിന്നെ നമുക്കങ്ങനെ വലുതായിട്ടൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭാഗ്യത്തിന് ഒരു കമ്മ്യൂണിറ്റി എല്ലാവരും ഭയങ്കര ബ്രദേഴ്സും സിസ്റ്റേഴ്സും പോലെയാണ് എല്ലാവരും. 2.5 കൊല്ലം എന്തായാലും എടുത്തു. 124 എന്നുള്ള നമ്പറും കൊടുത്തല്ലേ? അതെ 124 എന്ന നമ്പർ ഞാൻ അത് കറക്റ്റ് സമയത്ത് അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മെയിനായിട്ട് നമുക്ക് ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഒരു മറക്കാനാവാത്തത് ഇത് കിട്ടിയ സമയം, പണിയണ സമയം, അതൊക്കെയാണല്ലോ. ഇന്ത്യൻ പ്രസിഡന്റ് ഉപയോഗിച്ചൊരു വാഹനം, അത് മെഴ്സിഡസ് ബെൻസിന് സ്പെഷ്യൽ റിക്വസ്റ്റായിട്ട് കൊടുത്തൊരു വാഹനം ഇന്ത്യൻ പ്രസിഡന്റ് ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോൾ ഈ ഒരു വാഹനം നമ്മുടെ കൊച്ചിയിലുള്ള ഒരു മലയാളിയുടെ കയ്യിലാണുള്ളത്. അതും ഇന്ത്യയിൽ ഈ ഒറ്റൊരു വാഹനമേ ഉള്ളൂ. സോ അഖിൽ ബ്രോ, വെൽക്കം ടു ടർബോ ഡ്രൈവ് ഓട്ടോ ഷോ ഓൺ മീഡിയ വൺ. താങ്ക് യു. എങ്ങനെയാണ് ഈ ഒരു വാഹനം കയ്യിലേക്ക് എത്തിയത്? ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? സോ ഞാനും എൻ്റെ ചേട്ടനും കൂടി ഒരു ഗരാജ് റൺ ചെയ്യാണ് പനമ്പള്ളി നഗറിൽ, കൊച്ചിയിൽ. അറ്റ് ദ ഗരാജ് എന്ന പേര്. നമ്മൾ റീസ്റ്റോർ ചെയ്യും, കാസ് റീസ്റ്റോർ ചെയ്യും, പെയിന്റിങ്, മെക്കാനിക്കൽസ് എല്ലാം ഉണ്ട്, ബോഡി ബിൽഡിംഗ് എല്ലാം ഉണ്ട്. ബേസിക്കലി ഈ ഒരു റീസ്റ്റോറേഷൻ ഉണ്ട്, അതുണ്ട്, എല്ലാം ഉണ്ട്. കാർ സംബന്ധമായ ട്യൂണിങ്, പെർഫോമൻസ് എല്ലാം ഉണ്ട്. മറ്റേ ബോഡി പാർട്സും കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഗരാജ് ഉണ്ട്, ഇവിടെ റണ്ണിങ് ഉണ്ട് ഇവിടെ. ഇതൊരു 124 ആണ്. എന്നാൽ നോർമൽ കാണുന്ന ഒരു 124 അല്ല ഈ ഒരു വാഹനം. സോ ഇതിലൊരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ബിൽഡ് ചെയ്തൊരു വാഹനമാണ്. സോ ഇതിന്റെ ഹിസ്റ്ററി, ഇത് ഇന്ത്യയിലേക്ക് എങ്ങനെ വന്നു, ഇത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഒരു മെഡിക്കൽ കോൺവോയിൽ ഉണ്ടായിരുന്ന ഒരു വാഹനമാണ്. സോ ആ ഒരു ഹിസ്റ്ററിയും പിന്നെ എങ്ങനെ അതിനുശേഷം കൊച്ചിയിലേക്ക് ഈ വണ്ടി വന്നു എന്നുള്ളതൊന്ന് പറയാം. ഓക്കെ, ഇത് ഇന്ത്യൻ ഗവൺമെന്റ് മെഴ്സിഡസ് ജർമ്മനിയിൽ ഒരു സ്പെഷ്യൽ ഓർഡർ കൊടുത്താണ് ഫോർ ദി ഇന്ത്യൻ പ്രസിഡന്റ്. ആ സമയത്ത് ഒരു മെഡിക്കൽ കോൺവോയ്, മെഡിക്കൽ ഫ്ലീറ്റിലേക്ക് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഓർഡറിൽ കൊടുത്താണ്. സോ അവർക്കൊരു ബിൻസ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, വേർ അവർക്ക് മറ്റേ കോച്ച് ബിൽഡേഴ്സ് ആണ്. ഇപ്പോൾ ഒരു മെഴ്സിഡസിൽ പോയിട്ട് ഒരു വണ്ടി മേടിച്ചിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ, ബിൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ചിട്ടുള്ള, നമ്മുടെ സ്പെക്കിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം. ഒരു കാരവനാണ് അവർ മോസ്റ്റ്ലി ചെയ്യുന്ന, കോച്ച് ബിൽഡേഴ്സ് ആണ് അവരെന്ത് അങ്ങനത്തെ പരിപാടികളെല്ലാം ചെയ്യും. ഓക്കെ, ഇപ്പോൾ എനിക്കൊരു നോർമൽ ഒരു മെഴ്സിഡസിന്റെ കാർ മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഒരു ഓൾട്രേഷൻ വേണമെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞു ചെയ്യുന്നത് അവരാണ് ഒരു ഓതറൈസ്ഡ്, അല്ലെങ്കിൽ അവരുടെ കെയറിൽ നല്ലോണം ചെയ്യും. സോ ഇവൻ മെഴ്സിഡസും അവരെല്ലാം സജസ്റ്റ് ചെയ്യണ, അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ള ഒരു കമ്പനിയാണ് ബെൻസ്. അങ്ങനെ 1-2 കമ്പനി ഉണ്ട്, അതിനകത്ത് ഒരെണ്ണമാണ് ബെൻസ്. അപ്പോൾ അവിടേക്ക് കൊണ്ടുവരും, അതനുസരിച്ചുള്ള സ്പെക്കിൽ ഫുൾ പണിയും. അപ്പോൾ അതിന് ഇന്ത്യൻ ഗവൺമെൻറ് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഓർഡർ കൊടുത്തു വണ്ടിക്ക്. അങ്ങനെ അവരുണ്ടാക്കി ഇന്ത്യയിലേക്ക് ഒരെണ്ണം വരുത്തിച്ചു. സോ അതാണ്. സോ ഇതിൻ്റെ ഒരു സെഡാൻ വേർഷൻ ഉണ്ട്, ഇറ്റ്സ് കോൾഡ് W124. അത് ഉണ്ട്, ഭയങ്കര എല്ലായിടത്തും ഉണ്ട്. ഇത് അതിൻ്റെ F124 എന്നാണ് സ്റ്റേഷൻ വാഗണിനെ പറയണേ. ഇത് VF124 ആണ്, ലോങ് വീൽ ബേസ്. അപ്പോൾ അതുകൊണ്ടാണ് അത് VF124 എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇത് ഇന്ത്യയിലേക്ക് 1988 1988 തൊട്ട് ഏർലി 2000s വരെ ഇത് യൂസിലായിരുന്നു. രാഷ്ട്രപതി ഭവനിൽ യൂസിലായിരുന്നു. 2010 വരെ രാഷ്ട്രപതി ഭവനിൽ ഉണ്ടായി. പിന്നെ അവിടുന്ന് ഇവിടെ കൊച്ചിയിലൊരു കളക്ടർ കം ഡീലർ അത് മേടിച്ചു. പിന്നെ പുള്ളിയുടെയിലായിരുന്നു കുറച്ചാൾ. കുറേ പേര് ചോദിച്ചിട്ടും നമ്മളൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കൊടുത്തില്ല, അങ്ങനെ വന്നില്ല. പിന്നെ ഒരു ലേറ്റ് 2020 ആയപ്പോഴത്തേക്കും ലോക്ക്ഡൗൺ സമയത്ത് ഇങ്ങനൊരു മെസ്സേജ് വന്നു, ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ട്, അത് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. കുറച്ചാൾ കൊടുക്കേണ്ട കയ്യിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്, അത് ഫുൾ മറ്റേ കാർഡൊക്കെ പിടിച്ച് ഇരിക്കുകയായിരുന്നു. കാരണം പുള്ളിക്ക് കുറേ വണ്ടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് പുള്ളിയുടെ ഒരു കീപ്പ് ചെയ്ത വണ്ടിയാണ്. പക്ഷെ എന്നാലും പുള്ളിക്ക് അത് കൊടുക്കേണ്ടി വന്നു. പുള്ളിക്ക് അങ്ങനെ പണിയാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പോയി നോക്കി, ഭയങ്കര മോശം കണ്ടീഷനായിരുന്നു. ഞാൻ നമുക്ക് രണ്ടും കൽപ്പിച്ച് അങ്ങനെ എടുത്തു. സോ ഇത് രാഷ്ട്രപതി ഭവനിൽ ഇത് എന്ത് തരം യൂസ് ചെയ്യാൻ ഈ ഒരു വാഹനം യൂസ് ചെയ്യും? ഇത് അവരുടെ ഇപ്പോൾ റിപ്പബ്ലിക് ഡേ ഡ്രൈവ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്ത്യൻ പ്രസിഡന്റ് എന്തെങ്കിലും ഒരു ഓട്ടമൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഇതൊരു മെഡിക്കൽ കോൺവേ ആയിട്ട് പോകും. അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു വയ്യായിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ അകത്ത് ഇരുന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോവാം. സോ അങ്ങനത്തെ ഒരു ഫിക്സഡ് പെർമനന്റ് ഒരു ഇത് റോളാണ് ഈ വണ്ടിക്ക്. അപ്പോൾ അങ്ങനെ അത് കൂടെ അങ്ങനത്തെ ഒരു വണ്ടിയായിരുന്നു. 4000 കിലോമീറ്റർ ഞാൻ എടുത്തപ്പോൾ ഓടിയിട്ടുണ്ടായുള്ളൂ. എൻ്റെ മിക്ക ജീവിതവും രാഷ്ട്രപതി ഭവനിൽ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രസിഡൻസ് ഗരാജിലായിരുന്നു ഇത് പാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ചില്ലറ ഹോൾഡൊന്നും അല്ല, അങ്ങ് രാഷ്ട്രപതി ഭവനിലാണ് ഹോൾഡ് ഉള്ളത്. സോ അതിനുശേഷം കൊച്ചിയിലെത്തി.
ഞാൻ 2-3 ഫോട്ടോസിൽ കണ്ടിരുന്നു കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയെന്നായിരുന്നു. സോ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് അതിൻ്റെ ഒരു ചേഞ്ചസ് ഷെയർ ചെയ്യാൻ പറ്റും. നല്ല കഷ്ടപ്പാടായിരുന്നു, നന്നായിട്ട് പണിയെടുത്തോ? ജസ്റ്റ് ലൈക്ക് ഇനി അത് റിസ്റ്റോറേഷൻ ഭയങ്കരമാണോ പണിയെടുത്തു. കാര്യം ഇതിൻ്റെ ബോഡി വേറെ, ഇത് ഇന്ത്യയിൽ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ നമുക്ക് നോക്കി പഠിക്കാനോ ഒന്നിനും വേറെ റെഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതിന് എഞ്ചിനും ഈ ഒരു ഷേപ്പും ഈ ഫ്രണ്ട് പോർഷൻ മാത്രം ഒരു വേറൊരു W124 ആയിട്ടൊരു ഒരു കോമൺ ഇതാണ്, ബാക്കിയെല്ലാം വേറെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ഭാഗ്യത്തിൻ്റെ ബോഡി നല്ല ബിൽഡ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കൂടുതൽ അങ്ങനെ ബോഡിയിൽ അങ്ങനെ പണി വന്നില്ല. റസ്റ്റൊക്കെ മാറ്റിയെടുത്താൽ മതിയായിരുന്നു. ആസ് ഇൻ ഒന്നും മറ്റേ പോയിട്ടൊന്നും ഉണ്ടായില്ല, അത്ര ഇൻടാക്റ്റ് ആയിരുന്നു സാധനങ്ങൾ. പിന്നെ അത്യാവശ്യം A to Z ഫുൾ പണിതു, ഫുൾ സ്ട്രിപ്പ് ഡൗൺ ചെയ്തു വണ്ടി A to Z സ്ട്രിപ്പ് ഡൗൺ ചെയ്തു, ഫുൾ ബെയർ മെറ്റലാക്കി. എന്തൊക്കെയാണ് കുഴപ്പങ്ങൾ അതെല്ലാം ചെയ്ത് ഒരു 3 കൊല്ലം എടുത്തു. 3 കൊല്ലം ഒരു 2.5 കൊല്ലം എന്തായാലും എടുത്തു. ഓക്കെ, നമ്മളൊരു 6 മാസം നമ്മൾ ഇതിനകത്ത് കൈ വെച്ചില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ബാക്കി ഒരു ഫ്ലാറ്റ് ഒരു 2.5 years തന്നെയായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ 2.5 വർഷത്തിന് ശേഷമുള്ള ഒരു ഫേസ് ആണിത്. വേൾഡ് വൈഡ് പോപ്പുലർ ആയിട്ടിരിക്കുന്ന ഒരു മോഡലാണ്, പക്ഷേ ഇന്ത്യയിൽ ഒരു മോഡൽ മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു വാഹനം നിങ്ങൾ ഓൺ ചെയ്തതിന് ശേഷം വേൾഡ് വൈഡ് എന്തെങ്കിലും കണക്ഷൻസ് വന്നോ? W124 ഗ്ലോബലി ഉണ്ട്, ലോകം മൊത്തം ഉള്ളൊരു മോഡലാണ്. F124 ഇസ് കോമൺ. വണ്ടികളുണ്ട്, അത്യാവശ്യം സ്റ്റേഷൻ വാഗൻസ് ഉണ്ട്. ഇത് VF124 ആണ്, ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ലോങ് വീൽ ബേസ് കുറച്ചൊരു 10,000 താഴെ ഉള്ളൂ ലോകത്ത്. അതിനകത്ത് കുറച്ച് പേരൊക്കെ ആയിട്ട് ഞങ്ങൾ കണക്റ്റഡ് ആണ്. ഇൻസ്റ്റഗ്രാമിലും അതിനകത്തൊക്കെ സ്വീഡനിലൊരു ആളുണ്ട്, ഒരു ലേഡി ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ജർമ്മനിയിൽ. ക്യാമ്പിംഗ് പർപ്പസും കാര്യങ്ങളൊക്കെ അവര് ഞങ്ങൾ നല്ല കണക്റ്റഡ് ആയി. ഇപ്പൊ വണ്ടി ഇറങ്ങിയപ്പോഴൊക്കെ ഞങ്ങൾ ഭയങ്കര സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അവരൊക്കെ ആയിരുന്നു ആകെയുള്ളൊരു പ്രതീക്ഷ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. അവർക്ക് വേറെ എഞ്ചിൻസ് ഒക്കെ ആയിരുന്നു, ഓരോ എഞ്ചിനാണല്ലോ, ചിലത് ഡീസലായിരുന്നു അവിടെ. ഇത് പെട്രോൾ ആണ്, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അത് നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റിയില്ല. പക്ഷെ ബാക്കി കുറെ കാര്യങ്ങൾ, വണ്ടിയുടെ കുറെ ബോഡി സ്റ്റൈലും കാര്യങ്ങളും ഇതൊക്കെ എന്താണ്, ചിലപ്പോൾ ഒരു സ്ഥലത്ത് ഒന്നും ഉണ്ടാവില്ല, അവിടെ എന്തെങ്കിലും ഉണ്ടായോ, നമ്മൾ കുറെ ഹെൽപ്പ് ചെയ്തു, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അതിങ്ങനെ പുറത്തുനിന്ന് പരിചയപ്പെട്ടവരെ അങ്ങനെ നമ്മൾ കണക്റ്റഡ് ആയി. ഇത് റീസ്റ്റോർ ചെയ്ത സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു? അധികം ഇല്ല, കാര്യം അവരായിട്ട് സംസാരിക്കാൻ കുറച്ച് നമുക്ക് ഇംഗ്ലീഷൊന്നും അവർക്ക് അങ്ങനെ അധികം അറിയില്ല. അവരുടെ ഭാഷകളാണ്, സ്വീഡിഷും മറ്റേ അവർക്ക് അതറിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ച് പാടായിരുന്നു. പക്ഷെ എന്നാലും ഫോട്ടോ കഴിച്ചോട് സംസാരിക്കാം, അവർക്ക് ബേസിക് അറിയാം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഹെൽപ്ഫുള്ളൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് അങ്ങനെ വലുതായിട്ടൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭാഗ്യത്തിന് നമുക്ക് ഓരോ ചെയ്യണതിൻ്റെ ഒരു സമയം എടുത്തത്. ഇപ്പോൾ റീസ്റ്റോറേഷൻസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, ഇപ്പം നമുക്ക് ആ തുരുമ്പ് ഒരെണ്ണം മാറ്റി അവിടെ അത് തുരുമ്പ് മാറ്റി വേറെ അത് കറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ പ്രൈമറും അതിൻ്റെ ഒരു റസ്റ്റ് കോട്ടൊക്കെ അടിച്ച് അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് അതാണ് ഭയങ്കര സമയം എടുക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഓട്ടോകാർ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഓട്ടോ മീഡിയ ഹൗസ് മാഗസിനൊക്കെയാണ് അവരുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ അവർ എല്ലാ വർഷവും ക്ലാസിക് കാർ റാലി നടത്താറുണ്ട് ബെൻസുമായിട്ട് ചേർന്നിട്ട്. സോ അതിൽ ഈ വർഷം ഈ കാറിനൊരു എൻട്രി കിട്ടി. അങ്ങനെയാണ് ഈ കാറിനെ പറ്റി ഞാൻ കൂടുതൽ അറിയുകയും അഖിൽ ബ്രോയിലേക്ക് എത്തുകയും ചെയ്തു. സോ ഓട്ടോകാർ ക്ലാസിക് റാലിയിലേക്ക് എങ്ങനെ എത്തി, അതിലേക്കുള്ള എൻട്രി, അവിടുത്തെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? സോ എനിക്ക് ഓട്ടോക്കാറായിട്ട് ഞാൻ കണക്റ്റഡ് ആണ്. ഈ പറഞ്ഞൊരു പഴയ വണ്ടികളും വിന്റേജും ക്ലാസിക് കാർസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാവരും അങ്ങനെ കണക്റ്റഡ്. അപ്പം അതിനകത്ത് പേഴ്സസ് ആയാലും ബാക്കി ആൾക്കാരൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ പോകാനിരുന്നതാണ്, പക്ഷെ വണ്ടി തീർന്നില്ല. അപ്പോൾ കാണാൻ ഒരുമാതിരി എല്ലാം ഓക്കെയായിരുന്നു, ഫിറ്റ് ആയിരുന്നു. പക്ഷേ റണ്ണിങ് പീരീഡ് ഒക്കെ ചെയ്യണമായിരുന്നു, നമുക്ക് അധികം റിസ്ക് എടുത്ത് കൊണ്ടുപോകണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഇൻവൈറ്റ് ചെയ്ത് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം 10th ആനിവേഴ്സറി ആയിരുന്നു അവരുടെ. സോ ഇതൊരു മെർസിഡീസ് ബെൻസ് ഇന്ത്യ ആൻഡ് ഓട്ടോകാർ ഇന്ത്യയും കൂടി നടത്തുന്ന ഒരു പരിപാടിയാണ് ക്ലാസിക് കാർ റാലി എന്ന് പറഞ്ഞിട്ട്. വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മെർസിഡീസ് ഇവന്റ് ആണ്. അവരുടെ ഡേറ്റാബേസിൽ ഈ ഒരു വാഹനം എങ്ങനെ എത്തിപ്പെട്ടു? അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഈ ഇന്ത്യയിലെല്ലാ ഈ ക്ലാസിക് കാറും വിൻറ്റേജും അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കൊക്കെ പരസ്പരം അറിയാം. അതായത് ഏതൊക്കെ വണ്ടി ആരുടെയിലൊക്കെ ഉണ്ട്, എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ റീസ്റ്റോറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടികളെ കുറിച്ച് അറിയാം. അത് ഭയങ്കര കണക്റ്റഡ്. ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പ്സും ബാക്കി എല്ലാം ഉള്ളതുകൊണ്ട് മിക്കവർക്കും അറിയാം. അത്യാവശ്യം കളക്ഷനുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ഗരാജൊക്കെ ഉള്ളവർക്കൊക്കെ പരസ്പരം അറിയാം. ഇത് മേടിച്ചപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കുറേ ഗ്രൂപ്പിലും കുറേ പേരായിട്ട് കണക്റ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്തൊക്കെയാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഈ ക്ലാസിക് കാറിൻ്റെ ഒരു കൾച്ചർ ഇവിടെ ഇന്ത്യയിൽ അടിപൊളിയാണ്. കാര്യം ഭയങ്കര കണക്റ്റഡ് ആണ് എല്ലാവരും. ഹെൽപ്ഫുൾ ആയിരിക്കും പാർട്സിൻ്റെ കാര്യത്തിലൊക്കെ. എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണത്. ഇപ്പൊ ഇല്ലെങ്കിൽ ഇപ്പൊ അവരുടെ ഇല്ലെങ്കിൽ ഒരു കട പറഞ്ഞു തരും എവിടെ കിട്ടണേ നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കമ്മ്യൂണിറ്റി ഭയങ്കര ഒരു കമ്മ്യൂണിറ്റി, എല്ലാവരും ഭയങ്കര ബ്രദേഴ്സും സിസ്റ്റേഴ്സും പോലെയാണ് എല്ലാവരും. വണ്ടി എടുത്തപ്പോൾ തൊട്ട് എല്ലാവരും ഭയങ്കര കണക്റ്റഡ് ആണ്, എല്ലാവരും ഭയങ്കര സർപ്രൈസ് ചെയ്യും, എല്ലാവരും ഭയങ്കര അമേസ്ഡ് ആയി കണ്ടിട്ട് ഇത് കൊള്ളാം
എന്താണ് ചെയ്യാൻ പ്ലാൻ എന്നൊക്കെ ഉള്ളത് വെച്ചിട്ട് അങ്ങനെ ഭയങ്കര ഒരു കണക്ഷനിലായിരുന്നു. അങ്ങനെ ഈ പേഴ്സസ് വിളിച്ചു ആ പരിപാടിക്ക്. പീക്കോൾ എന്തായാലും വരണം, 10th ആനിവേഴ്സറി എഡീഷൻ ആയിരുന്നു അവരുടെ. ഭയങ്കര നല്ല റെയർ കാസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മുടെ വണ്ടി വേണം. ഇപ്പോൾ മഹാരാജ ഓഫ് ഗോണ്ടാൽ അങ്ങനത്തെ കുറേ മഹാരാജാസിൻ്റെ വണ്ടികളും, യോഹൻ പൂനാവാല, മറ്റേ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഓണറിൻ്റെ വണ്ടികളും, അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്തു, നമുക്ക് പോകാൻ പറ്റിയ അടിപൊളി വലിയ കാര്യമാണ്. ഓട്ടോക്കാറിന്റെ ഒരു ഇവന്റിലേക്ക് പോകുമ്പോൾ അത് ബെൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇവന്റ് ആണ്. അതെ. സോ ഈ ഒരു വാഹനം ഇന്ത്യയിൽ ഒന്നേ ഉള്ളൂ. അതെ. അപ്പം മെഴ്സിഡസ് ബെൻസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള അപ്രോച്ചസോ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടായി കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും? അതെ. അപ്പോൾ ഇതിന് മുമ്പ് അവരുടെ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്തായി വർക്ക് എവിടം വരെ ആയെന്നൊക്കെ ഉള്ളത്. ഓക്കെ. സോ അവർ നേരത്തെ അറിഞ്ഞു ഈ ഒരു വാഹനം നമ്മൾ റിസ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. എല്ലാവരും ഇപ്പൊ എനിക്കാണെങ്കിലും അല്ലെങ്കിൽ ബാക്കി അടുത്തൊരു തേർഡ് പേഴ്സൺ ആണെങ്കിലും ബാക്കി ഒരാളുടെ എന്താ വർക്ക് ചെയ്യണം, അവരെന്താണ് അടുത്ത പ്രാവശ്യം ഇറക്കണേന്നൊക്കെ ഉള്ളത് ഭയങ്കര, പക്ഷേ എല്ലാവർക്കും അറിയാം, ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരും പരസ്പരം. എന്തായി വർക്ക് എന്തായി എന്നൊക്കെ ചോദിച്ച് വിളിക്കും എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര അടിപൊളിയാണ്. ഇപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. ബേസിക്കലി ഇത് ആൾക്കാർ വിചാരിക്കണ പോലെ മറ്റേ ഈ ഗരാജസ് തമ്മിലോ അല്ലെങ്കിൽ ഈ വണ്ടികൾ തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ല. കാര്യം ഓരോ വണ്ടി ഇറങ്ങണം അത്ര നല്ലതാണ്. ഇപ്പോൾ എന്തിനാ ഇപ്പം ഞാനിതിപ്പോൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും എടുക്കും, അത് റീസ്റ്റോർ ചെയ്ത് വരും, റീസ്റ്റോർ ചെയ്ത് വരണം. അത് മാത്രമേ ഉള്ളൂ, വെറുതെ പോരുത്. അതെ, അത് മാത്രമേ നമുക്കൊരു ഇതുള്ളൂ. അല്ലെങ്കിൽ വരണം അടിപൊളിയല്ലേ, എല്ലാവരുടെയും വണ്ടികളുള്ള സൂപ്പർ അല്ലേ. അപ്പം നമുക്ക് അത്യാവശ്യം ഇവിടെ ഭയങ്കര വാല്യുബിൾ കാസൊക്കെ ഉണ്ട്. ഓക്കെ അതുണ്ട്. പിന്നെ അങ്ങനെ അപ്പം ഇത് വണ്ടി റിവീൽ ചെയ്ത് കഴിഞ്ഞിട്ട് മെർസിഡീസിൽ നിന്ന് നല്ല സപ്പോർട്ട് ആണ്. അവിടുത്തെ ഒഫീഷ്യൽസ് ഒക്കെ വന്നിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പം നമുക്കിനി കാറ്റലോഗ്സ് ഒക്കെ തരാൻ പറഞ്ഞു. അവർ പുറത്ത് അവരുടെ ജർമ്മനി അവരുടെ മെയിൻ ഹെഡ് ഓഫീസിൽ ചോദിച്ചിട്ട് ഓക്കെ നമുക്ക് ശരിക്കും വേണ്ടത് അതാണ് നമുക്ക് ഏറ്റവും ഹെൽപ്പ് വേണ്ടെന്ന് പറയുന്ന കാര്യം. എന്താണ് കാറ്റലോഗ്? ഇപ്പൊ അതായത് ഈ വണ്ടിയുടെ എന്തൊക്കെ ഉണ്ടായിരുന്നു, 30 കൊല്ലം കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ മിസ്സാവുമല്ലോ, നമുക്ക് അവിടെ എന്തായിരുന്നു എന്നറിയാൻ. പാർട്ട് നമ്പർ, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു എഞ്ചിൻ്റെ ഒരു ബെയറിംഗ് വേണം, അതിൻ്റെ നമുക്ക് ബെയറിംഗ് വേണം എന്നുള്ള ഒരു ഭയങ്കര വേഗ് സാധനമാണ്. ഇപ്പോൾ ഒരു ബെയറിംഗ്, അതിൻ്റെ പാർട്ട് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ അങ്ങനത്തെ സാധനം നമ്മൾ എപ്പോഴും അന്വേഷിക്കും. ഇപ്പം നമ്മൾ കടയിൽ ചോദിച്ചാൽ അവർ പാർട്ട് നമ്പർ ചോദിക്കും. കാര്യം പാർട്ട് നമ്പർ ഭയങ്കര ഇതിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് കിട്ടും. ആ പാർട്ട് നമ്പറിന്റെ ലിസ്റ്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫുൾ തരാം. ഓൾറെഡി അതിന്റെ അപ്ഡേറ്റ് ഒക്കെ കിട്ടി തുടങ്ങി. അതിന്റെ ഒരു ഭയങ്കര മാസീവ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് എന്തായാലും പ്രതീക്ഷിക്കാം. സോ ഇതിന്റെ റീസ്റ്റോറേഷൻ ടൈമിൽ ഇതിന്റെ പാർട്സ് അവൈലബിലിറ്റി അങ്ങനെ എന്തെങ്കിലും ടഫ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നോ? അതൊരു ഹ്യൂജ് ടാസ്ക് ആയിരുന്നു റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. റീസ്റ്റോറേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ അത്യാവശ്യം ഭയങ്കര ടൈം ടേക്കിംഗ് ആണ്. നല്ല പേഷ്യൻസ് വേണം. പേഷ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. നമ്മുടെ കൈവിട്ട് പോകും കുറേ സമയത്ത്. കാര്യം നമുക്ക് ഇങ്ങനെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ വണ്ടി. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആവാനുള്ള, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോയി ഇത് വർക്ക് ചെയ്യണില്ല എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അത് നമുക്കിനി അത് എപ്പോൾ കിട്ടും സാർ, ഇതെല്ലാം കിട്ടും. എല്ലാവരും വിചാരിക്കുന്ന പോലെ പഴയ വണ്ടിയിലെ സാധനങ്ങൾ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക സാധനങ്ങളും വേണമെന്ന് വിചാരിച്ചാൽ കിട്ടും. അതിനിപ്പോൾ വേണ്ടി ഈ പറഞ്ഞ പോലെ എഫേർട്ടും പേഷ്യൻസ് ഒക്കെ ആയിട്ട് പുറകെ ഇറങ്ങണം, അത്രേ ഉള്ളൂ. ഇതെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ ചെയ്തൊരു കിട്ടുന്ന ഒരു റിസൾട്ട് ഇസ് മോർ ദാൻ എനിത്തിങ്. അപ്പോൾ അത് ഈ ഒരു വണ്ടിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തി ഈ ഒരു കിട്ടിയതിന് ശേഷം? സോ ഇത് ബോഡി സ്റ്റൈൽ സ്റ്റോക്കാണ്. ബോഡി സ്റ്റൈൽ സ്റ്റോക്കാണ്. ഏതാ ബോഡി സ്റ്റൈൽ നമ്മളൊന്നും ഓൾട്ടർ ചെയ്തിട്ടില്ല. ബോഡി ഇങ്ങനെ തന്നെയാണ്. നമുക്ക് അല്ലാത്ത ഇപ്പോൾ ഒരു ബമ്പർ മാറ്റി, വീല് കുറച്ച് അപ്ഗ്രേഡ് ചെയ്തു, വണ്ടി ഒന്ന് ലോവർ ചെയ്തു, ഓണിങ് 270 ഡിഗ്രി ഓണിങ് വെച്ചു, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. ഇതിപ്പോൾ ഒരു ഹാമർ കിറ്റ് എന്ന് പറയും, മറ്റേ മെർസിഡസിൻ്റെ തന്നെ AMGയുടെ ഒരു ഹാമർ കിറ്റ് എന്ന് പറയും. അങ്ങനത്തെ ഒരു ബമ്പർ സ്റ്റൈലാണ് വെച്ചേക്കുന്നത്. 124 എന്നുള്ള നമ്പറും കൊടുത്തല്ലേ? അതെ 124 എന്നുള്ള നമ്പർ ഞാൻ അത് കറക്റ്റ് സമയത്ത് അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്തെടുത്താ പറ്റിയ സമയത്താണ് വണ്ടിയും കൈ കിട്ടിയത്, നമ്പറും കിട്ടിയത്. അതെ, ആക്ച്വലി അല്ല, കുറച്ച് സമയം ഉണ്ടായിരുന്നു രജിസ്റ്റർ ചെയ്യാൻ. ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. 124 വെയിറ്റ് ചെയ്തു. അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, പക്ഷെ അത് പെട്ടെന്ന് കിട്ടി. ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് ക്യാച്ച് ചെയ്യല്ലോ, പക്ഷേ ഈ വണ്ടിക്ക് നമുക്ക് ആവശ്യമുണ്ട്. ഇതിപ്പോൾ ഒരു 18 ഇഞ്ചിന്റെ ഒരു AMG മോണോബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു വീൽസ് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് വരുന്നൊരു ടൈപ്പ് വീലാണ് അത് കൊടുത്തിട്ടുണ്ട്. 18 ഇഞ്ചിന്റെ ടയർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു നമ്മളൊരു സ്പെഷ്യൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഒരു ടീക്കൂഡിൽ നമ്മൾ ടേക്കിൽ ഒരു സ്റ്റിയറിംഗ് ഞങ്ങൾ ചെയ്തു. നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തു. ഞാൻ തന്നെ ഒരാളെ വെച്ച് ചെയ്യിപ്പിച്ചാണ്. ലെതർ ആയിരുന്നു വരുന്നത്. എനിക്ക് ഇങ്ങനത്തെ ഒരു ഫിനിഷ് വേണമെന്നുണ്ടായിരുന്നു, മരത്തിന്റെ ഒരു സംഭവം വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തു. പിടിക്കാനൊക്കെ നല്ല സുഖം, അത് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് സ്പോക്കിന് വേണ്ടിയിട്ട് എല്ലാം ഈ ഡിസൈൻ ചെയ്തു. അതെ, ഇതൊക്കെ ഒരു സ്റ്റോക്കിൽ വരുന്നതാണ്. നമുക്ക് ചുമ്മാ ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ എളുപ്പമായിരുന്നു. അതെ, നമുക്ക് ആ ഒരു ഗ്രൂവിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ലെതർ ഫിനിഷിൽ ഈ ഒരു ടൈപ്പിൽ തന്നെ ഇത് ബേസ് ഇങ്ങനെ ഉണ്ട്. ഇതിന്റെ പുറത്താണ് ലെതർ തന്നെ. അപ്പൊ ആ ബേസ് അങ്ങനെ തന്നെ ക്രേവ് ചെയ്തെടുത്താണ്. ഇത് ഇത്രയും കുറച്ചധികം സമയം എടുത്തു.
പക്ഷെ അത് ആക്ച്വലി എനിക്കത് വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ മുമ്പേ പറഞ്ഞു ഇതൊരു പ്രസിഡന്റിന്റെ എമർജൻസി കോൺവോയിൽ ഉണ്ടായിരുന്ന ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളും എല്ലാം സ്പെഷ്യലി ബിൽട്ടാണ്. സോ ഐ തിങ്ക് പ്രസിഡന്റ് എവിടെ ഇരിക്കും, കൂടെ ഒരു ഡോക്ടർ അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ? അതെ, കൂടെ ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് ഇരിക്കും. ഓക്കെ. സോ പ്രസിഡന്റ് ഇരിക്കുന്ന സീറ്റാണ് ഇത്. ഓക്കെ. ഇവിടെ പ്രസിഡന്റ് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. അവിടെ സെക്യൂരിറ്റി സ്റ്റാഫ് ഇരിക്കും. ഓക്കെ ഓക്കെ. പിന്നെ ഡ്രൈവർ, അത്രേ ഉള്ളൂ. ഓക്കെ. ഇങ്ങനെയായിരുന്നു ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഈ ഒരു കോൺഫിഗറേഷൻ തന്നെയായിരുന്നു സീറ്റും കാര്യങ്ങളും? അതെ അതെ അതെ. ഇത് ഒരു നല്ല വലിയ ലെഗ് റൂം ഉണ്ട്. പ്രസിഡന്റ് ഇരിക്കുമ്പോഴത്തേക്കും ലെഗ് റൂം നല്ലോണം ഉണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെയൊക്കെ ഫുൾ ഓയിൽ ഇന്ത്യയിലൊക്കെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ റാലിക്ക് വേണ്ടിട്ട് ഡെവലപ്പ് ചെയ്ത അല്ലല്ല, ഇതൊക്കെ ഇങ്ങനെയുണ്ട്. ഈ ഒരു ഷെൽഫൊക്കെ ഉണ്ടായിരുന്ന. ഓക്കെ ഓക്കെ. മാത്രം അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു വാല്യൂ പോകും. ഓക്കെ. ഇതൊക്കെ ഇങ്ങനെ ഷെൽഫ് ഉണ്ടായിരുന്നു. ഇതിന്റെ അകത്തെ സാധനങ്ങൾ മാറ്റിയിട്ട് നമ്മുടെ ചെറിയൊരു ഒരു ബാർ സെറ്റപ്പ് പോലെ മാത്രമേ ഉള്ളൂ. ഇവിടെ AC വെന്റ്സ് ഉണ്ട്. AC വെന്റ് ഉണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് പോലത്തെ ഒരു ഇതുണ്ട്. റൂഫ് ചെയ്താണ് അല്ലേ? റൂഫ് ചെയ്ത് ഇതൊരു സ്റ്റാർ റൂഫ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഒരു രസമുള്ളതാണ്. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഡോറും ഈ ഒരു സൈഡ് ഒറ്റ സൈഡിൽ മാത്രമേ ഉള്ളൂ? ഡോർ ഒരു സൈഡിലുള്ളൂ. പൊതുവെ ക്യാമ്പർ വാൻസ് എല്ലാം മിക്കതിനും ഒരു സൈഡിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ. അങ്ങനത്തെ ഒരു ഇതിനാണ് അങ്ങനെ ബിൽഡ് ചെയ്ത് ഇറങ്ങിയേക്കണേ. VF124 മോഡൽസിനെല്ലാം ഇങ്ങനെയാണ് ഈ ഒരു സൈഡ് പാനൽ? F124 തൊട്ട് ഇതാണ്. F124 സ്റ്റേഷൻ വാഗൺ ആണ്. ഇത് VF എന്ന് പറയുമ്പോഴത്തേക്കും ലോങ് വീൽ ബേസ് എന്നാണ് മാത്രമേ ഉള്ളൂ. ഒരു അത്യാവശ്യം നീട്ടം ഉണ്ട് വണ്ടിക്ക്. പൊതുവെ ഇതിന് ഒരു സ്റ്റൈൽ തന്നെയാണ്. രണ്ട് സൈഡിലും ഡോറുകൾ മിക്ക ക്യാമ്പർ വാൻസിനൊക്കെ കുറവാണ്. കാര്യം മറ്റേ സൈഡിൽ അപ്പൊ എല്ലാം സാധനങ്ങളൊക്കെ വെക്കാലോ. ഇപ്പൊ അവിടെയും കൂടി ഡോർ ആണെങ്കിൽ അത്രയും സ്പേസ് പോകും. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ്. അത് പ്രസിഡന്റിന്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഈ ഒരു സെയിം പർപ്പസിന് തന്നെ ആയിരിക്കും ഈ ഒരു വാഹനം ഓർഡർ വരുന്നത്? അതോ അല്ല, ഇപ്പൊ എനിക്ക് വന്നിട്ട് ഒരു എന്റെ രീതിയിൽ ഒരു ക്യാമ്പർ വാൻ ആക്കാൻ പറഞ്ഞ ആക്കും. ഓക്കെ. പിന്നെന്താ, ഇപ്പൊ ഒരു ഫയർ ട്രക്ക് ആക്കും. അങ്ങനത്തെ എല്ലാം കുറെ റിക്വയർമെന്റ്സ് എന്തുകൊണ്ടും ആക്കാം. അതെ, ബാക്കിൽ ഒരു ഗ്ലാസ് ഉണ്ട്. അത് മുമ്പിൽ നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കാണില്ല. കുറച്ച് ഹൈ ആയതുകൊണ്ട് ഒന്നും കാണില്ല. അങ്ങനെ ക്യാമറ സെപ്പറേറ്റ് വെച്ചാണ് അല്ലേ? ഈ ക്യാമറ സെപ്പറേറ്റ് 360 ഡിഗ്രി ക്യാമറ വെച്ചാണ്. കാര്യം പ്രത്യേകിച്ച് ഒന്നും കാണില്ല വണ്ടിയിൽ ഇരുന്ന് നോക്കി കഴിഞ്ഞാൽ. മൊത്തം ബ്ലൈൻഡ് സ്പോട്ട് ഭയങ്കരമായിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലൊന്നും ഒന്നുമില്ല. ഓക്കെ. സോ ഇത്രയധികം സ്പേസ് ഉണ്ട്. അതെ, ഇത് ബാക്കിൽ അത്യാവശ്യം നമുക്ക് ഇരുന്ന് ഇതാക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ ഓക്കെ. സ്പെയർ വീൽ വെക്കാനുള്ള പ്രൊവിഷൻ ഒന്നുമില്ല? അടിയിലുണ്ട്. ഓക്കെ, മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അതുണ്ട്. പിന്നെ ഇവിടെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ? ഈ രണ്ട് സൈഡിലും ഉണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ അടിയിലകത്തുണ്ട്. ഇപ്പൊ അത്യാവശ്യം സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അകത്ത്. ഓക്കെ ഓക്കെ. അതിന്റെ ചെയറൊക്കെ ഉണ്ട്. നമുക്ക് ഈ മോർണിംഗ് വിളിച്ചിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രണ്ട് ചെയറൊക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ അതൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട്. ഈ ഡോറിന് ഹൈറ്റ് എത്ര വരും? കുറച്ചുകൂടി നമുക്കത് ഞാൻ ചിലപ്പോ അധികം പ്രഷറോ ഇത് കൊടുക്കല. കാര്യം ഈ ഇതൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടണ്ടായില്ല. ഓക്കെ. ഇതൊക്കെ ഞാൻ വേറെ ഷൂട്ട് ചെയ്തെടുത്താ. ഓക്കെ. അപ്പൊ ഡാമേജ് ആയിരുന്നോ കിട്ടിയപ്പോ? പിന്നെ ഷോക്ക് അബ്സോർബർ അല്ലേ, എന്തായാലും അത് ഇരുന്ന് പോകും. ഇത്രയും നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് ആക്ച്വലി. അപ്പൊ അത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. വേറെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് അത് സ്ട്രോങ് ആയിട്ട് കുറച്ച് ചെയ്തതാ. ഇത് അത് ഡിക്കി തുറക്കാൻ സെപ്പറേറ്റ് ചെയ്താണോ? ഇല്ല, ഇതൊക്കെ ഉള്ളതാ. അകത്തൊന്നും തുറക്കാനായിട്ട് അങ്ങനെ തുറക്കാനായിട്ട്. അതാണ് ഇതിന്റെ മെയിൻ യൂസ് ഉള്ളത്. ഈ ടെയിലൈറ്റ്സ് സെയിം ആണ്. മറ്റേ ബാക്കി S124 ഒക്കെ ഉണ്ട്. ഓക്കെ. അല്ലാത്ത V124 അതൊക്കെ ആയിട്ട് ഇത് സെയിം ആണ്. ഓക്കെ. ടെയിൽ ലാമ്പ് മാത്രം ഈ വണ്ടിയുടെ ഒരു ഇതാണ്. പക്ഷെ അത് കിട്ടാനും ഇന്ത്യയിൽ ഭയങ്കര കുറവാണ്. ഇന്ത്യയിൽ ഈ 124 സ്റ്റേഷൻ വാഗൺ ഇതൊക്കെ ഭയങ്കര കുറവാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇത് ഭയങ്കര കിട്ടാനില്ല. ഭാഗ്യത്തിന് എന്റെ നല്ല കണ്ടീഷനിലായിരുന്നു. അപ്പൊ ഞാനൊന്ന് ഫുൾ റീസ്റ്റോർ ചെയ്തെടുത്തു, ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. സോ ഇനി എന്തെങ്കിലും നെക്സ്റ്റ് ലെവൽ പ്ലാൻസ് ഉണ്ടോ ഇതുമായിട്ട്? നെക്സ്റ്റ് ലെവൽ പ്ലാൻസ് ഒന്നും ഇല്ല. ഇപ്പൊ എവിടെയൊക്കെ പോവാ, ഇതിന്റെ ഇത് ഇത്ര ചെയ്തതിന്റെ ഒരു യൂസ് ആക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. എവിടെയെങ്കിലും ഇപ്പൊ ഒരു ബീച്ചോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫോറസ്റ്റ് അങ്ങനത്തെ എവിടെയെങ്കിലും പോയിട്ട് ഈ ഓണിംഗ് ഒക്കെ ഒന്ന് തുറന്ന് ചേറക്കിട്ട് ഒന്നിരിക്കാന്നുള്ള അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ട്. സോ ഇത് കിട്ടിയതിന് ശേഷം മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്, ഓട്ടോക്കാർ റാലിക്ക് പോയതോ അല്ലെങ്കിൽ മെഴ്സീഡസ് ബെൻസിന്റെ ഭാഗത്തുനിന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു മറക്കാനാവാത്തത് ഇത് കിട്ടിയ സമയം, പണിയണ സമയം, അതൊക്കെയാണല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നും ഉറപ്പായിട്ടും. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുക ആ ഒരു സ്റ്റേജ്. പെട്ടെന്ന് ആലോചിക്കുമ്പോൾ 2021 അല്ലെങ്കിൽ 2022 ഒരു മിഡ് ഇയറിൽ ഈ വണ്ടി എങ്ങനെയായിരുന്നു എന്നൊക്കെ ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇനി നമ്മളത് ഒരു പണിയില്ല. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ അടിപൊളി. അതിന്റെ കുറെ പഠിക്കാൻ പറ്റി, കുറെ ആയിട്ട് കണക്റ്റഡ് ആയി. മെയിൻ ആയിട്ട് മറ്റേ ബോംബെയിൽ പോയപ്പോഴത്തേക്കും മറ്റേ സീലിംഗിൽ കൂടെ ഒരു അടിപൊളി ഡ്രൈവ് ഉണ്ടായിരുന്നു. അവര് നോർമലി ചെയ്യുന്ന ഒരു ബോംബെ ബോയ്സ് ചെയ്യുന്ന ഒരു ഡ്രൈവ് ആണ്. ആ ഡ്രൈവില് ഭയങ്കര കാര്യം. നമുക്ക് ഇവിടെ അങ്ങനത്തെ ഒരു
അത്രയും വലിയ പാലവും Okay. അങ്ങനെ കാര്യങ്ങളൊന്നുമല്ലോ. അത് 2 സൈഡിലും മറ്റേ കടലൊക്കെ ഭയങ്കര എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്ത് ഗോവയിൽ പുതിയൊരു ബ്രിഡ്ജ് വന്നത് മാത്രമേ ഉള്ളൂ. അതെ 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 ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് അതൊരു ഭയങ്കര ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഓക്കെ ഓക്കെ. പിന്നെ ആ ഇവന്റ് എക്സ്പീരിയൻസ് ആണ്. ഒരു സെലക്ടഡ് ക്രൗഡാണ് അവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ. അതെല്ലാം നല്ല കളക്ടേഴ്സ്, നമ്മൾ മാത്രമേ അതിനകത്ത് ചെറുതായിട്ടുള്ളൂ. എല്ലാ പ്രാവശ്യം അവർ പുതിയ പുതിയ വണ്ടികൾ ഇങ്ങനെ വരുത്തിച്ചുകൊണ്ടിരിക്കും. സെയിം വണ്ടികളല്ല. അപ്പൊ അങ്ങനെ അത്യാവശ്യം വണ്ടികളും ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായി. കാണാൻ വന്നവര് കുറെ പേര് പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ കുറച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഓട്ടോക്കാരന്റെ ടീമിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് അവര് അത്യാവശ്യം അവരാണ് നമുക്ക് ഈ മെർസിഡീസ് ബെൻസ് ആയിട്ട് കണക്ട് ചെയ്ത് തന്ന് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, അങ്ങനത്തെ ഒരു സംഭവം. കാര്യം ഇപ്പോൾ മെർസിഡീസ് ബെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് 100,000 പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെ ചെയ്യണം, ആൾക്കാർ എല്ലാവരുടെയും ഇരുന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവരാണ് കുറച്ചുകൂടി ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് പറയണം ഈ ക്ലാസിക് കാർ സീൻ. ബാക്കിയെല്ലാം ഇപ്പൊ പുതിയ വണ്ടികളും കാര്യങ്ങളും അവർക്ക് ഇത് അങ്ങനെ വലിയതായിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ലെഗസി പക്ഷെ അവരുടെ സെയിൽസിനൊന്നും വലിയായിട്ടൊന്നും എനിക്കിത് പുതിയ ഷോറൂം വേണമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ പക്ഷെ അവരുടെ രീതിയിലുള്ള അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്തു. സോ അവര് ബേസിക്കലി ജർമ്മനി അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ്. അപ്പൊ അവിടത്തെ ഒഫീഷ്യൽസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു 1-2 പേര്. പിന്നെ ഇത്ര ഇന്ത്യയിലൊരു ഇവന്റ് ആയതുകൊണ്ട് അവിടുത്തെ ആൾക്കാരുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഒരു വാഹനമാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ, അതും മലയാളിയുടെ കയ്യിലാണ്, അതും കൊച്ചിയിൽ തന്നെയാണ്. സോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം അഖിൽ ബ്രോയുമായിട്ട്. താങ്ക് യു, ഒരു വാല്യുബിൾ ടൈം നമ്മളോട്ട് ഷെയർ ചെയ്തതിന്. എനിക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു വാഹനം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായി കാണാം. നന്ദി, നമസ്കാരം.